രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നു. കാസർഗോഡ് ഹൊസ്ദുർഗ് കോടതി പരിസരത്ത് വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നു. രാഹുലിന്റെ കീഴടങ്ങൽ അതിൽ ശക്തമായ പ്രതിഷേധമുയർത്തി BJP അടക്കമുള്ള സംഘടനകൾ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്നു. വൻ ജനപ്രവാഹം. മറുഭാഗത്ത് രാഹുൽ അകത്തായി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ അടുത്തതായി ലക്ഷ്യമിടുന്നത് ഷാഫി പറമ്പിലിനെ തന്നെയാണ്. ഷാഫിയുടെ ഫോൺ എടുത്ത് പരിശോധിക്കുക, ഞെട്ടിക്കുന്ന നാറിയ കഥകൾ പുറത്തു വരുമെന്ന ആക്ഷേപം ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഷാഫിക്കെതിരെ വെളിപ്പെടുത്തലുമായി വനിതാ നേതാവും രംഗത്തെത്തിയിട്ടുണ്ട്. മാങ്കൂട്ടം അങ്ങനെ കീഴടങ്ങി അടുത്തതായി ഷാഫിയെ വീഴ്ത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് കീഴടങ്ങിയേക്കുമെന്ന സൂചനയായിരുന്നു നേരത്തെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇന്ന് ഉച്ച മുതൽ തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ജാമ്യമില്ല എന്നറിഞ്ഞപ്പോൾ ഇനി വനവാസം എന്തായിരുന്നാലും വേണ്ടെന്നും ഒന്നുകിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ അറസ്റ്റ് വരിക്കുക, പോലീസ് സംഘം പിടികൂടാനായി നിന്നുകൊടുക്കുക, ഇതേതെങ്കിലും ആയിരിക്കും. പോലീസ് പിടിക്കുന്നതിന് മുന്നേ തന്നെ കീഴടങ്ങുമെന്നാണ് രാഹുലിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഹൊസ്ദുർഗ് കോടതി പരിസരത്ത് വലിയ പോലീസ് സന്നാഹം തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് വലിയ സുരക്ഷാ കവചം ഒരുക്കിയിരിക്കുന്നു. കാരണം കോടതിയുടെ സമയം അവസാനിച്ചിട്ട് പോലും കോടതിക്കുള്ളിൽ ജഡ്ജി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും തുടരുന്നു. ഈ വൈകിയ വേളയിലും തുടരുകയാണ്. നേരത്തെ തന്നെ അതിനെക്കുറിച്ചുള്ള അഭ്യൂഹം ഉയർന്നു കേട്ടിരുന്നു. ഉച്ചയോടുകൂടി മാധ്യമപ്രവർത്തകരൊക്കെ കോടതി പരിസരത്ത് എത്തിയിരുന്നു. കോടതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്താൻ BJP പ്രവർത്തകരടക്കം തമ്പടിച്ചു. രാഹുൽ എത്തിയാൽ അതിശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തണമെന്നാണ് BJPയുടെ ആഹ്വാനം. കോടതിയിലേക്കുള്ള ഗേറ്റ് പോലീസ് അടച്ചിട്ട് ബന്ദോസാക്കി. കോടതിക്ക് പുറത്ത് വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. പൊതുജനങ്ങളടക്കം ഇത് കണ്ട് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ രാഹുലിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണവുമില്ല. രാഹുൽ നിലവിൽ ഒളിവിൽ കഴിയുന്നതായി കരുതപ്പെടുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡിന്റെ അതിർത്തി മേഖലയാണ് ഹൊസ്ദുർഗ് മേഖല. കാസർഗോഡിന്റെ മലയോര മേഖല എന്ന് പറയുന്നത് കോൺഗ്രസിന് സ്വാധീനമുള്ളൊരു ഇടം കൂടിയാണ്. അതുകൂടാതെ രാഹുലിന്റെ സുഹൃത്തുക്കളാകട്ടെ ഈ പാണത്തൂർ മേഖലയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലുള്ളതായി പറയപ്പെടുന്നുണ്ട്. സുള്ളിയിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള സൂചന നേരത്തെ പോലീസ് സംഘം പുറത്തുവിട്ടു. അവിടെ നിന്നും പാണത്തൂർ വഴി രാഹുലിന് ഹൊസ്ദുർഗിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടുകൂടി ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കം. പക്ഷേ അത്രയും കാലം വീണ്ടും ഒളിവിൽ തുടർന്നാൽ അത് ജാമ്യത്തിന് തിരിച്ചടിയായി മാറുകേക്കും. ഉടൻ ഹർജി നൽകുമെന്നാണ് റിപ്പോർട്ട് ലഭിച്ചത്. ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ S. രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരാകാൻ പോകുന്നത്. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് എപ്പോൾ കിട്ടി അതിന് തൊട്ട് പുറകെ തന്നെ ഹൈക്കോടതിയിലേക്കുള്ള നീക്കം നടത്താനുള്ള ആസൂത്രണം തുടങ്ങിയിരുന്നു. ഓൺലൈനായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കമുണ്ട്. ഹർജി വെള്ളിയാഴ്ച ഉച്ചയോടെ ബെഞ്ചിലെത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പ്രതി നടത്തുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ നീക്കങ്ങൾ ആരംഭിക്കാനും സൂചന നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടവർ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഹൈക്കോടതി അഭിഭാഷകരുമായി പല രീതിയിൽ നിയമോപദേശവും കൂടിയാലോചനകളും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമെന്ന സൂചന രാഹുൽ വൃത്തങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ചലിക്കണമെന്നുള്ള നിർദ്ദേശവും കിട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രാഥമിക അംഗത്വം കോൺഗ്രസിൽ നിന്നും പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ഒരു കാഴ്ച ഇന്ന് കാണാനിടയായി. കോൺഗ്രസിലെ പല നേതാക്കളും പാർട്ടി നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെ ഏറ്റവും അധികം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അതാരെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ MP തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുലിന്റെ അടുത്ത സുഹൃത്ത് കൂടിയായിട്ടുള്ള ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്ന് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ചവനാണ്. അയാളെ സംരക്ഷിക്കേണ്ട കാര്യം ഷാഫിക്കുണ്ട്. അതിന്റെ കൂടുതൽ കഥകൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന ഒരു സൂചന കൂടിയാണ് പ്രശാന്ത് ശിവൻ നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ കോൺഗ്രസിലേക്ക് ചോരുന്നെന്നാണ് പ്രശാന്ത് ശിവൻ ആരോപിക്കുന്നത്. അതിനിടയിൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്തൊരു സമീപനം കോൺഗ്രസ് സ്വീകരിച്ചുവെന്നാണ് ഷാഫിയുടെ മറുപടി. രാഹുലിനെതിരായ പീഡന പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഷാഫി മാധ്യമങ്ങളോട് ഇങ്ങനൊരു പ്രതികരണം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം, അതിനെ അനുകൂലിച്ച് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും നിൽക്കുന്നു. ഒരാക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ രേഖാമൂലം പരാതി കിട്ടുന്നതിന് മുന്നേ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു സമീപനം, മാതൃകാ സമീപനമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. പാർട്ടി നേതൃത്വവുമായിട്ടും
KPCC പ്രസിഡന്റുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടും ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. ആക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്തൊരു സമീപനം അത് കോൺഗ്രസ് സ്വീകരിച്ചു. അതിനുശേഷമാണ് രേഖാമൂലമുള്ള പരാതി പോലീസിന് കിട്ടിയത്, മറ്റ് നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടത്. പോലീസ് നടപടി തുടങ്ങിയതും കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും തടസ്സം നിൽക്കാത്ത രീതിയിലായിരുന്നു. പാർട്ടിയില്ല എന്നതായിരുന്നു, അതായത് രാഹുലിനെ അനുകൂലിക്കാനായി പാർട്ടി ഇറങ്ങില്ല എന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. പാർട്ടിക്ക് പരാതി കിട്ടിയ സാഹചര്യത്തിൽ അത് പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാൻ തീരുമാനിക്കാതെ തന്നെ KPCC പ്രസിഡന്റ് DGPക്കാണ് അത് കൈമാറിയത്. അതും നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് കോൺഗ്രസ് സമീപനം സ്വീകരിച്ചത്. പാർട്ടി അതിശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഷാഫി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഷാഫിയെ കൂടി വെട്ടിലാക്കിക്കൊണ്ട് KPCCയുടെ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് രംഗത്ത് വന്നത് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടും മോശമായി പെരുമാറി അക്കാര്യം ഷാഫി പറമ്പലിനെ അറിയിച്ചിരുന്നുവെന്നാണ് ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. കർഷക സമരത്തിൽ പങ്കെടുത്ത് ദില്ലിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശമായൊരു സന്ദേശം അയച്ചത്. എന്തുകൊണ്ടാണ് ദില്ലിയിൽ പോയപ്പോൾ ഞങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നതെന്നായിരുന്നു ചോദിച്ചത്. യൂത്ത് കോൺഗ്രസ് ടീമുമായി ഒരുമിച്ച് പോകുന്ന കാര്യമാണെന്നായിരുന്നു താൻ വിചാരിച്ചത്. അടുത്ത തവണ എല്ലാവർക്കും കൂടി പോകാമെന്ന് ഞാൻ രാഹുലിനോട് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദില്ലിയിൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മെസ്സേജ് വന്നത്. അതിനുള്ള മറുപടി അപ്പോൾ തന്നെ നൽകി. അക്കാര്യം ഉൾപ്പെടെ ഷാഫിയെ അറിയിച്ചുവെന്നാണ് ഷഹനാസ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ഷഹനാസ് രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് തെറ്റാണെന്ന് ഷാഫി പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഷാഫിക്കെതിരെയുള്ള തെളിവ് പുറത്തുവിടുമെന്ന് ഷഹനാസ് വെല്ലുവിളിയും ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരിൽ പലർക്കും രാഹുൽ നിന്നും ഇത്തരം അനുഭവം ഉണ്ടായെന്നും അവർ പറയുകയുണ്ടായി. അമ്മയോളം പ്രായമുള്ള വനിതാ പ്രവർത്തകർക്ക് നേരെയും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും മോശം മെസ്സേജുകളെത്തി എന്നാണ് ആക്ഷേപം. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കരുതെന്ന് അന്ന് ഷാഫിയോട് താൻ പറഞ്ഞുവെന്നാണ് ഷഹനാസും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്.